ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പാകത്തിന് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളപ്പയർ തോരനാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഏറ്റവും സിമ്പിളായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ്സാണ് കേട്ടോ വെള്ളപ്പയർ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഉണ്ട് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ. വെള്ളപ്പയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒറ്റ വിസിലിന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി കഴുകിയെടുത്തിരിക്കുന്ന വെള്ളപ്പയറാണ്. അത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. വേവിക്കാനായിട്ടൊരു 3/4 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിലിട്ട് വെക്കാത്ത പയറാണെങ്കിൽ വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഏതാണ്ട് 2.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയോടെ ഇട്ടിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഒറ്റ വിസിൽ മതി കേട്ടോ, വെന്ത് കുഴഞ്ഞു പോകണ്ട, ഒറ്റ വിസിൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലിന് തന്നെ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയാൽ മതി, ഇതിൽ കൂടുതൽ വെന്ത് പോകണ്ട. ഇനി മറ്റൊരു പാത്രത്തിൽ കുഞ്ഞുള്ളി അരിഞ്ഞത് ഒരു 12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് 12 കുഞ്ഞുള്ളി. എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരു 8-9 അല്ലിയോളം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ എടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി ഉപ്പും നമ്മൾ വേവിച്ചപ്പോൾ പയറിലിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, കറിവേപ്പില. ഇത്രയും നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഞെരടി യോജിപ്പിച്ചെടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കണം. ഒരു 1/2 സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഉള്ളിയും തേങ്ങയൊക്കെ നമുക്കൊന്ന് മൂത്ത് കിട്ടണം. ഏതാണ്ട് ഒരു 3 മിനിറ്റ് നേരത്തോളം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ തോരന് രുചി കൂടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരത്തോളം തന്നെ നിങ്ങളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയർ ചേർക്കാം. ആ പയറിൽ കുറച്ച് വെള്ളം കാണും ഇതുപോലെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് അതിൽ ആവി കയറട്ടെ. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് വെള്ളപ്പയറിലേക്ക് നമുക്ക് പിടിച്ച് കിട്ടും. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നിയാൽ ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയെടുക്കുക. നല്ല ഈസിയാണ്, തുടക്കക്കാർക്ക് വരെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്